എസ്രായുടെ പുസ്തകം അധ്യായം 1. യിരെമ്യാ പ്രവാചകൻ മുഖാന്തരമുണ്ടായ യഹോവയുടെ അരുളപ്പാട് നിവൃത്തിയാകേണ്ടതിന് പാസി രാജാവായ കോരശിന്റെ 1-ാം ആണ്ടിൽ യഹോവ പാസി രാജാവായ കോരശിന്റെ മനസ്സിനെ ഉണർത്തിയിട്ട് അവൻ തന്റെ രാജ്യത്തെല്ലായിടവും ഒരു വിളംബരം പ്രസിദ്ധമാക്കി രേഖാമൂലം പരസ്യം ചെയ്തെന്നാൽ പാസി രാജാവായ കോരശ് പ്രകാരം കൽപ്പിക്കുന്നു: സ്വർഗത്തിലെ ദൈവമായ യഹോവ ഭൂമിയിലെ സകല രാജ്യങ്ങളെയും എനിക്ക് തന്നിരിക്കുന്നു. യഹൂദിലെ യെരുശലേമിൽ അവനൊരു ആലയം പണിവാൻ എന്നോട് കൽപ്പിച്ചുമിരിക്കുന്നു. നിങ്ങളിൽ അവന്റെ ജനമായിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ അവന്റെ ദൈവം അവനോടുകൂടെ ഇരിക്കുമാറാകട്ടെ. അവൻ യഹൂദയിലെ യെരുശലേമിലേക്ക് യാത്ര പുറപ്പെട്ട് ഇസ്രായേലിന്റെ ദൈവമായ യഹോവയ്ക്ക് ആലയം പണിയട്ടെ. അവനല്ലോ യെരുശലേമിലെ ദൈവം. ശേഷിച്ചിരിക്കുന്ന ഏവനും അവൻ പ്രവാസിയായി പാർക്കുന്നിടത്തൊക്കെയും അതത് സ്ഥലത്തിലെ സ്വദേശികൾ പൊന്ന്, വെള്ളി, മറ്റു സാധനങ്ങൾ, കന്നുകാലി എന്നിവയാലും യെരുശലേമിലെ ദൈവാലയം വായ്ക്കായി ഔദാര്യ ദാനങ്ങളാലും സഹായം ചെയ്യണം. അങ്ങനെ യഹൂദയുടെയും ബെന്യാമീന്റെയും പിതൃഭവന തലവന്മാരും പുരോഹിതന്മാരും ലേവ്യരും ദൈവം ഉണർത്തിയ ഏവനും യെരുശലേമിൽ യഹോവയുടെ ആലയം പണിവാൻ പോകേണ്ടതിന് യാത്ര പുറപ്പെട്ടു. അവരുടെ ചുറ്റും പാർത്തവരെല്ലാവരും കൊടുത്ത ഔദാര്യ ദാനങ്ങളൊക്കെയും കൂടാതെ വെള്ളി കൊണ്ടുള്ള ഉപകരണങ്ങൾ, പൊന്ന്, മറ്റു സാധനങ്ങൾ, കന്നുകാലികൾ, വിശേഷ വസ്തുക്കൾ എന്നിവ കൊണ്ടും അവരെ സഹായിച്ചു. നെബൂഖദ്നേസർ യെരുശലേമിൽ നിന്ന് കൊണ്ടുപോയി തന്റെ ദേവന്മാരുടെ ക്ഷേത്രത്തിൽ വെച്ചിരുന്ന യഹോവാലയം വക ഉപകരണങ്ങളും കോരശ് രാജാവ് പുറത്തേക്കെടുപ്പിച്ചു. പാസി രാജാവായ കോരശ് ഭണ്ഡാരവിചാരകനായ മിത്രദാത്ത് മുഖാന്തരം അവ പുറത്തേക്കെടുപ്പിച്ചു. യഹൂദാ പ്രഭുവായ ശേഷ്ബസറിനെ എണ്ണിക്കൊടുപ്പിച്ചു. അവയുടെ എണ്ണം ആവിത്: പൊൻതാലം 30, വെള്ളിത്താലം 1000, കത്തി 29, പൊൻപാത്രം 30. 2-ാം തരത്തിൽ വെള്ളിപ്പാത്രം 410, മറ്റുള്ള ഉപകരണങ്ങൾ 1000. പൊന്നും വെള്ളിയും കൊണ്ടുള്ള ഉപകരണങ്ങൾ ആകെ 5400 ആയിരുന്നു. പ്രവാസികളെ ബാബേലിൽ നിന്ന് യെരുശലേമിലേക്ക് കൊണ്ടുപോകുമ്പോൾ ഇവയൊക്കെയും ശേഷ്ബസർ കൊണ്ടുപോയി.